സ്വപ്നങ്ങൾ കാണാത്തവരെ ആരുമില്ല. സ്വപ്നങ്ങളെ എപ്പോഴെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നു എങ്കിൽ ആഗ്രഹിക്കാത്തവരുമില്ല. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയൻറ്റിസ്റ്റുകൾ സ്വപ്നങ്ങളെ നിർദ്ദിഷ്ട ദിശകളിലേക്ക് നയിക്കാൻ കഴിയും എന്ന് തെളിയിച്ചിട്ടുണ്ട്. റം സ്ലീപ്പിൻ്റെ സമയത്ത് സൂക്ഷ്മമായ ശബ്ദരേഖകൾ പ്ലേ ചെയ്യുന്നതിലൂടെ ഗവേഷകർ ആളുകളുടെ മുമ്പ് അവരെ ബുദ്ധിമുട്ടിച്ചിരുന്ന പരിഹരിക്കപ്പെടാത്ത ബ്രെയിൻ ടീസുകളെക്കുറിച്ച് സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചു. പങ്കെടുത്തവരിൽ 75% പേരും ക്രൂഡ് പസിലുകളെക്കുറിച്ച് സ്വപ്നം കണ്ടു എന്നാണ് പറഞ്ഞത്. നോർത്ത് വെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയൻസുകളിൽ നിന്നുള്ള പുതിയ പഠനം കാണിക്കുന്നത് ആളുകൾക്ക് സ്വപ്നം കാണുന്നതിനെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ്. ഉറക്കത്തിൽ നിർദ്ദിഷ്ട പസിലുകൾ പരിഹരിക്കുന്നതിനുള്ള മുൻകാല ശ്രമങ്ങളെ പങ്കാളികളെ ഓർമ്മിപ്പിക്കുന്ന ശബ്ദങ്ങൾ അവർ പ്ലേ ചെയ്തു. പങ്കെടുക്കുന്നവർ ഉറങ്ങുകയാണെന്ന് ബ്രെയിൻ നിരീക്ഷണം സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഓഡിയോ സൂചനകൾ നൽകിയത്. തൽഫലമായി പരിഹരിക്കപ്പെടാത്ത പസിലുകളുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെയോ ആശയങ്ങളെയോ ഉൾപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ പങ്കാളികളിൽ ഉണ്ടെന്ന് 75% പേരും റിപ്പോർട്ട് ചെയ്തു. സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പസിലുകൾ പരിഹരിക്കാത്തവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന നിരക്കിലാണ് പരിഹരിച്ചത്. സ്വപ്നവുമായി ബന്ധപ്പെട്ട പസിലുകളിൽ 42% പങ്കാളികൾ പരിഹരിച്ചു, മറ്റുള്ളവയിൽ 17%. എന്നിരുന്നാലും സ്വപ്നം നേരിട്ട് മികച്ച പരിഹാരങ്ങൾക്ക് കാരണമാകുമെന്ന് ഈ ഫലം തെളിയിക്കുന്നില്ല. ചില പസിലുകളെക്കുറിച്ചുള്ള വർദ്ധിച്ച ജിജ്ഞാസ പോലുള്ള മറ്റു ഘടകങ്ങൾ സ്വപ്നത്തെയും പ്രകടനത്തെയും സ്വാധീനിച്ചിരിക്കാം. ഗവേഷകർ പോളിസോനോഗ്രാഫി ഉപയോഗിച്ച് അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനവും മറ്റ് ഫിസിയോളജിക്കൽ സിഗ്നലുകളും റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ പങ്കെടുത്തവർ അവരുടെ സ്വപ്നങ്ങളെപ്പറ്റി വിവരിച്ചു. പലരും പസിലുകളുമായി ബന്ധപ്പെട്ട ഇമോജിയോ ആശയങ്ങളെയോ റിപ്പോർട്ട് ചെയ്തു. പങ്കെടുത്ത 20 പേരിൽ 12 പേരിൽ സ്വപ്നങ്ങൾ ക്രൂഡ് ചെയ്യാത്ത പസിലുകൾ ശബ്ദസൂചനകളുമായി ബന്ധപ്പെട്ട പസിലുകളെയാണ് കൂടുതൽ പരാമർശിച്ചത്. പിറ്റേന്നുടർന്ന് അവർ അവരുടെ പസിലുകൾ പരിഹരിക്കുന്ന നിരക്ക് 20% നിന്ന് 40% മെച്ചപ്പെട്ടു. ഇത് മുമ്പത്തെ അപേക്ഷിച്ച് വളരെ ഗണ്യമായ ഒരു മാറ്റമായിരുന്നു. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങളടങ്ങിയ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും കയറി നോക്കാവുന്നതാണ്. വീഡിയോ കണ്ടതിന് നന്ദി.